ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ വേണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഷഹലയുടെ വീഡിയോസുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഷഹലയുടെ വീഡിയോസുകൾ ചെയ്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് പേര് എൻ്റെ വീഡിയോസുകൾ എടുത്തിട്ട് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചെയ്യുന്നവർ തന്നെ റിയാക്ട് ചെയ്യുന്നവരുടെ വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അതുൽ, പിന്നെ വേറെ ഒരാൾ സൂരജോ, രേണുവിൻ്റെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയില്ല സൂരജ്, അവർ രണ്ടാളുണ്ട്. പിന്നെ സൈക്കോ, അങ്ങനെ എന്തോ പറഞ്ഞൊരു പേര്, സൈക്കോ എന്തോ, അത് സൈക്കോ പോലെ തന്നെയാണ് അതിൽ പറയുന്നതും. അപ്പോൾ അവർ മൂന്ന് പേരെടുത്ത് വീഡിയോ എടുത്ത് ചെയ്തത് കണ്ടു. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ സൂരജ് എന്ന് പറഞ്ഞ അവൻ ചോദിച്ചു, ഇതൊക്കെ ഷഹല അറിയുന്നുണ്ടാവോ ആവോ, നീ പറയുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്ന ആളുകളൊക്കെ അറിഞ്ഞിട്ടാണോ നീ വീഡിയോ ചെയ്യുന്നത്? ആണോ സൂരജ്? നിൻ്റെ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം നീ ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ നീ പോയി പറഞ്ഞിട്ട്, എടോ നീ എൻ്റെ വീഡിയോ കാണണേ, നിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്, എടാ നീ കാണണേ, എടി നീ കാണണേ, നിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ എല്ലാ ആളുകളുടെ അടുത്തും പോയി പറഞ്ഞിട്ടാണോ സൂരജ് നീ വീഡിയോ ചെയ്യുന്നത്? അല്ലല്ലോ. നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ നീ എടുത്ത് പറയുന്നു. നിനക്ക് ഏതാണോ നല്ലതും തെറ്റും ശരിയും ഏതാണോ അത് നോക്കി നീ വീഡിയോ ചെയ്യുന്നു, അല്ലേ സൂരജ്? അതുപോലെ തന്നെ ഞാനും ഷഹലയുടെ വീഡിയോയും നീ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാണോ സൂരജ് നീ വീഡിയോ ചെയ്തിരിക്കുന്നത്? അല്ലല്ലോ. അവിടെ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ വീഡിയോ ചെയ്തതല്ല. അല്ലാതെ ഷഹലയുടെ വീട്ടിൽ പോയി നീ ഷഹലയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ചെയ്തതൊന്നും അല്ലല്ലോ. അപ്പോൾ ആ വർത്താനം, നമ്മളെല്ലാവരും ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയാതെ ഇതിൽ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്, അതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു വിവേക ബുദ്ധി നിങ്ങൾ കാണിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുലിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്തെങ്കിലും ഈ ഒരു വിഷയമായിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതുൽ വ്ളോഗിനായിരിക്കും. അതുൽ വ്ളോഗാണ് അതിലെന്തോ പറയണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ അതുലിൻ്റെ ആ ഒരു ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. അതിൽ ഇത് മാത്രമല്ല, ഒരു വീഡിയോ ചെയ്ത് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വീണ്ടും അത് തന്നെ എടുത്ത് അതിൽ പറയുന്നതിനോട് എനിക്ക് കുറച്ച് യോജിപ്പുണ്ട്. നീ എന്തെല്ലാം ആരൊക്കെ പറയുന്നടാ? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വരുന്നു, എന്തെങ്കിലും ചെയ്യാൻ വരുന്നു? ഇല്ലല്ലോ. നീ അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ വോയിസൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. എൻ്റെ വോയിസൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്. ഷഹലൊന്നും അറിഞ്ഞിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പിഞ്ചിപ്പിള്ള അവക്കൊന്നും അറിയത്തില്ല. അവക്ക് റാഫിക്ക് കേസുള്ള അറിയത്തില്ല, റാഫിക്ക് വേറെ പെണ്ണുള്ള അറിയത്തില്ല, റാഫിക്ക് വേറെ കുടുംബമുള്ള അറിയത്തില്ല, അവക്കൊന്നും അറിയത്തില്ല. അവൻ്റെ കൂടെ പോയി സുഖമെല്ലാം കഴിഞ്ഞ് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ സ്വർണ്ണമൊക്കെ എങ്ങാണ്ടൊക്കെ എടുത്ത് വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് നോക്ക് അറിഞ്ഞത്, അല്ലേ? അതുവരെ അവക്കൊന്നും അറിയത്തില്ല. അവള് ഉള്ളു വാപ്പ കഴിപ്പണം കേട്ട സാധനങ്ങൾ അവരാധിക്കാൻ പോയി. ഇവളും അതേ ട്രാക്കിലുള്ള സാധനമാണ്. പാവപ്പെട്ട കുടുംബത്തിലുള്ള നീ അങ്ങ് പൂശി എടുക്കണല്ലോ, വെള്ള നല്ല പോലെ എടുത്തിരുന്ന് പൂശി. നീ പൂശി എടുക്കണമല്ലോ അവളേന്ന്. നീ ആരെയും വീഡിയോ ചെയ്യുന്നത് നിനക്ക് ഒന്നും അറിയാതെയാണോ നീ വീഡിയോ ചെയ്യുന്നത്? നീ എല്ലാവരും പൂശി എടുക്കുന്നുണ്ടല്ലോ. നിന്നെപ്പോലെ ആരും ഞാൻ പൂശാനും ആരും വ്യക്തിഹത്യ ചെയ്യാനും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് എന്താണ് സത്യമായിട്ട് തോന്നുന്ന ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ആരെയും പൂശാനും ആരെയും ഇതാക്കാനും ഒന്നും പോയിട്ടില്ല. ഞാൻ എൻ്റെ 2 മക്കളുമായിട്ട് എൻ്റെ ഭർത്താവിനോട് സന്തോഷകരമായിട്ട് പോവുകയാണ്. നീ വേണമെങ്കിൽ പൂശാൻ പോയിട്ടുണ്ട്, ഞാൻ പൂശാനും പൂശാതിരിക്കാനും ഞാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള വാക്കുകൾ നിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചാൽ മതി. ഇവിടെ പബ്ലിക്കിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ വീഡിയോ വെച്ചിട്ട് നീ അങ്ങനെയുള്ള വർത്തമാനം പറയണ്ട കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ഇതാണ്. എന്തെങ്കിലും ഈ ഒരു ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണ ഉത്തരവാദി അതുൽ വ്ളോഗ് മാത്രമായിരിക്കും. ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിലാണ് വന്ന് പറയുന്നത്. അതിൽ ഒരുപാടുണ്ട്. ഞാൻ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിനക്ക് വാണിംഗ് തരുന്നത്. ഇനി ഒരു വാണിംഗ് ഉണ്ടായില്ല. ഞാൻ ഒരുപാടുണ്ട് സഹിക്കുന്നു. നിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. നീ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് കുറച്ചൊക്കെ എനിക്കറിയുന്ന ഒരാളാണ്, മനസ്സിലായ? അപ്പോൾ നീ കൂടുതൽ അങ്ങോട്ട് കളിക്കാൻ വരണ്ട.
ആവശ്യത്തിന് കുറച്ച് പൊങ്ങും, കുറച്ചൊക്കെ ആവശ്യത്തിന് പൊങ്ങുക. നീ ഒരുപാട് ഇപ്പോൾ എയറിലാണ് നിൽക്കുന്നത്, എല്ലാവരും ഒരുപോലെ നീ അങ്ങോട്ട് എടുത്തിട്ട് അലക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട. അത് ഇങ്ങോട്ട് എടുക്കണ്ട, മനസ്സിലായോ? നമ്മളെല്ലാവരും ഒരു ഇതിൽ നിൽക്കുന്നതാണ്, അതിൻ്റെ ആ ഒരു കുറച്ച് കൂറെങ്കിലും കാണിക്കും. നീ ആരെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നീ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് നീ എന്തിനാണ് ഇത്രയ്ക്ക് എനിക്ക് രോഷം കൊള്ളാനുള്ളത്? അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ വന്ന കമൻറ്റ് എങ്ങനെയായിരുന്നു? അല്ല, ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇയാൾക്കും ഒരു സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇയാൾക്കെന്ന് പറയുന്നത് അതുമില്ല എന്ന് തോന്നുന്നു. ചാടിയപ്പോൾ പറഞ്ഞ് കേട്ടപ്പോൾ താങ്കൾ അത് വിശ്വസിച്ചു. ചാടിപ്പോയി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ താങ്കൾ അത് വിശ്വസിച്ചു. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് മെയിൽ ന്യൂസ് അറിഞ്ഞുകൊണ്ട് താങ്കൾക്ക് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. സോ അതിൽ തന്നെ ഉണ്ട് നന്മ മരങ്ങൾ ചമയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പിന്നെ സ്വന്തം ഫോണിൽ അവരുടെ പിക്ക് എടുത്ത് വെച്ച് അതിന് ഇയാൾക്ക് എന്ത്? അവരുടെ പ്രൈവസി അതിൽ കയറി ഇയാൾ കൊണച്ച ചിരി വേണ്ട. മറ്റുള്ളവർ ഇങ്ങനെ വിശ്വസിക്കണം എന്ന് നീയും ഞാനും അല്ല പറയേണ്ടത്. സ്വന്തം ഫോണിൽ പിക്ക് എടുത്ത് വെച്ചതിന് ഓൻ്റെ ഒരു ഇളി. ആദ്യം സ്വന്തം വീട്ടിലെ ആളുകളെ ഫോൺ പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. നിൻ്റെ സ്വന്തം വീട്ടിലെ ആളുകളുടെ ഫോണൊന്ന് പോയി നോക്ക്, എന്നിട്ട് എൻ്റെ വീഡിയോ അരികിൽ വെച്ചിട്ട് ഇങ്ങനെ കുണയ്ക്കുന്ന വർത്താനം ഇങ്ങനെ അതാണ് അവൻ്റെ ഒരു ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിക്കുന്നതൊക്കെ അത് നിൻ്റെ വീട്ടിൽ പോയി വെച്ചാൽ മതി. എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. അവൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറയട്ടെ. അവൻ്റെ ആ പറച്ചിലും ആ ഒരു ഈണുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. അതിലിത് രണ്ടാമത്തെ പ്രാവശ്യം. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെയല്ല, അതിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകും. ആവശ്യത്തിന് ഉണ്ടല്ലോടാ നിനക്ക്, ഇഷ്ടം പോലെ കിട്ടുന്നില്ല ഓരോരുത്തരുടെ അടുത്തുനിന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ എൻ്റെ അടുത്ത് വെച്ചിട്ട് നീ ഇത് ചെയ്യാൻ പോകുന്നത്? എന്തിനാ? നിനക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിർത്തിക്കൂടെ? ഇനിയെങ്കിലും എൻ്റെ വീഡിയോ അരികെ വെച്ചിട്ട് പറയുന്നത് നിനക്ക് നിർത്തിക്കൂടെ? നിൻ്റെ വീഡിയോ ഏതെങ്കിലും എടുത്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ സൂരജ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവൻ്റെ കൂടുതലൊന്നും ഞാൻ വെക്കുന്നില്ല. എന്താ ചോദിച്ചാൽ ഈ വീഡിയോ ലെങ്തി ആയിപ്പോയി, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വോയിസുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇവൻ്റെ ഇളിച്ച മോന്തയും വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഞാനിതിൽ ചെയ്യുന്നില്ല. പിന്നെ സൂരജ് പറയുന്നുണ്ടായിരുന്നു, താത്ത എന്താണ് ഇത് ഷഹല എടുത്ത് പോയിട്ട് അറിഞ്ഞിട്ടാണോ, അതുപോലെ ഷഹല അറിഞ്ഞിട്ടുണ്ടോ എന്തോ ഈ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. താത്ത എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ഷഹലയുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും തന്നെ എനിക്ക് മെസ്സഞ്ചറിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ ഈ ബാലുശ്ശേരിയിൽ താമസിക്കുന്ന ആൾ തന്നെ ഒരു നേഴ്സാണ്. ആ നേഴ്സിൻ്റെ ആങ്ങളയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും, ആ ആങ്ങളയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആ ആങ്ങളെയും പെങ്ങളും കൂടിയിട്ടാണ് എനിക്ക് ഈ ഇത്രയും ഇൻഫർമേഷനുകൾ ഫോർവേഡ് ചെയ്തത്. അവരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അയച്ചത്. അവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വെക്കാതിരുന്നത്. സൂരജ് ഒരു കാര്യം ചെയ്യും, എൻ്റെ വേറെ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് സൂരജ് വന്നിട്ട് സംസാരിക്കും കേട്ടല്ലോ. അതുപോലെ തന്നെ അതാണ് അവർ പറഞ്ഞ ആ വോയിസുകൾ, കുറച്ച് കാര്യങ്ങളിട്ട് ആ വോയിസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയി പോട്ടെ, ക്ഷമിക്കണം. നിങ്ങൾ പറ്റുന്നവർക്കാണ്, എപ്പോഴും ഞാൻ പറയണം, പറ്റുന്നവർ കണ്ടാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകും. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എൻ്റെ ഈ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് വന്ന് പറഞ്ഞു. സൂരജ് അതുപോലെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. സൂരജിൻ്റെ വീഡിയോയിലെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും എൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ പറയുന്നു, അതിന് നിനക്ക് എന്താ പ്രശ്നം? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും, അതിന് നിനക്കെന്താ പ്രശ്നം? നീ നിൻ്റെ ചാനലിൽ നീ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ, നീ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്നുള്ളത് നീ അത് ശ്രദ്ധിക്കും. ഞാൻ എങ്ങനെ പറയുന്നു എന്നുള്ളത് നീ നോക്കണ്ട, മനസ്സിലായി? നമ്മളെല്ലാവരും ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ. നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുതലുള്ളവരായിരിക്കും, നമ്മൾ ചെറിയ ആളായിരിക്കും. എങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാനിതിൽ പറയുന്നുള്ളൂ. എനിക്ക് അറിയുന്ന കാര്യങ്ങളും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാൻ പറയുള്ളൂ. അല്ലാതെ കെട്ടുകഥകളും രേണു സുധിയുടെ പുറകെ പോയിട്ട് രേണുവിന് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കലും, രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് രേണുവിനെ പുറകെ നടന്ന് കുറ്റപ്പെടുത്തി ഇതാക്കുന്ന ആളല്ല ഞാൻ, മനസ്സിലായോ? എവിടെയാണോ ശരി, എവിടെയാണോ ഇത് എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ നിങ്ങളെപ്പോലെ വാരി വലിച്ച് ഒരു ദിവസം 4, 5 വീഡിയോ ഇടുന്ന ആളൊന്നുമില്ല. വേറെ വന്ന് ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ എന്താ അതിൽ കൂടെ പോയ പൂച്ചിനെയും ഇതിൽ കൂടെ പോയ എലിനെയും അതിൽ കൂടെ അപ്പുറത്ത് കൂടെ പോയ ഉറുമ്പിനെയും എല്ലാം ചേർത്ത് വെച്ചിട്ട് അപരാധം പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്താ വെച്ചാൽ ഞാനൊരു ഫാമിലിയിൽ, നല്ലൊരു ഫാമിലിയിൽ ഇരുന്ന് വരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കച്ചറ വീഡിയോസുകളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ റിയാക്ഷൻ ചെയ്യുന്നതിനോട് തന്നെ എൻ്റെ ഫാമിലിക്ക് വലിയൊരു താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും മാനിച്ചിട്ടാണ് ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യാതെ നല്ലത് മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും ആ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ.
പക്ഷെ അയാൾ കാറിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി പല സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി, പിന്നെ രാത്രിയായി, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പെണ്ണ് പറയുന്നുണ്ട്. ഇതിൽ ഇവനും മുതലെടുത്തതാണ്. അല്ല, ഈ പെണ്ണ് ഇവളെ കൂടെ ഒളിച്ചോടിയതൊന്നല്ല. ഇവളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മോനെ തന്നെ കൂട്ടിയത്. പേടിച്ചിട്ട് ഒറ്റയ്ക്ക് പോകണ്ടാന്ന് വെച്ചിട്ടാണ് ഈ മോനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇതിന് വേറെ എന്തെങ്കിലും കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ വീട്ടുകാർ കഴിഞ്ഞ് എവിടെ ഒറ്റയ്ക്ക് പോകുന്നത് എൻ്റെ ഈ പിന്നെ ഒളിച്ചോടുന്ന രീതിയിൽ പോയതല്ല. അങ്ങനെയാണ് ഇവൻ യൂസ് ചെയ്തതാണ് ഇവനക്ക് എന്താന്ന് വെച്ചാൽ ഇവൻ്റെ പരിപാടി ഇതാണ്. ഇവൻ കുറേ ലക്ഷക്കണക്കിന് കടവുള്ള ഒരു വ്യക്തിയാണ്. ഇവൻ പല സ്ഥലത്തും പല കേസിലും പ്രതിയാണ്. തമിഴ്നാട്ടിലും ഇതിലും ഇവന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പെൺകുട്ടികളെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട്. ആദ്യം ഈ ഷേലാൻ്റെ വിഷയം മാത്രമാണ് ഇവനെക്കുറിച്ച് അറിഞ്ഞത്. ഈ ഷേലാനെ കൂടെ പൊക്കിയ ശേഷമാണ് പല ഇതും ഇവനിക്ക് നേരെ വരുന്നത്, ആരോപണങ്ങൾ വരുന്നത്. തമിഴ്നാട്ടിൽ ഇങ്ങനെയുണ്ട് പല സ്ഥലത്തും ഭാര്യൻ്റെ പ്രശ്നവും എല്ലാം വരുന്നത്. ഇനിയും ഇവൻ്റെ പ്രശ്നങ്ങൾ കുറേ വരാനുണ്ട്. ഇവർക്ക് ഏതായാലും എനിക്ക് കോഴിക്കോട് ബാലുശ്ശേരിയിലൊന്നും വരാൻ പറ്റില്ല, എവിടേക്കും വരാൻ പറ്റില്ല, കോഴിക്കോട് ജില്ലയിലേ വരാൻ പറ്റില്ല. ഇവനെങ്ങനെയായാലും നാട്ടുകാർ മർദ്ദിക്കുക മാത്രമല്ല ഇവനെ ഇല്ലാണ്ടാക്കാൻ തന്നെ ചെയ്യും ഇവൻ. കാരണം അങ്ങനെയും കാരണം നല്ലൊരു പെൺകുട്ടിനെയാണ് ഓൻ ഇത് ചെയ്തിട്ടുള്ളത്, ചതിച്ചിട്ടുള്ളത്. നല്ലൊരു പെൺകുട്ടി, നല്ലതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നല്ല ഇതുവരെ ആ കുടുംബത്തിലൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ആ പെണ്ണ് അങ്ങനത്തെ ഒരു പെണ്ണുമല്ല, പുറത്ത് പോയി കറങ്ങുന്ന കൂട്ടത്തിൽ പെണ്ണല്ല അവരെ കുടുംബക്കാരുടെ കൂടെ ഫാമിലിൻ്റെ കൂടെ പോകുന്നൊരു പെണ്ണാണ്. അവള് ഒരു കെണിയിൽ പെട്ടുപോയി. അതാ അവൾ ഇന്നും പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ തന്നെ വേണമെന്ന് അറിയുന്നത്. അല്ലേ ഭർത്താവിൻ്റെ സ്വത്ത് വേണോ, ഭർത്താവിന് സ്വത്ത് കിട്ടിയില്ലേ ഞാൻ കേസ് കൊടുക്കും, അങ്ങനെയൊന്നും ഇവള് പറയുന്നില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. മറ്റേ ഈ നാട്ടുകാരല്ല പറയുന്നത്, യൂട്യൂബിൽ കുറേ ആള് ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്നല്ല സത്യം ഇതാണ്. ഈ പെൺകുട്ടിനെ വെച്ച് ചതിക്കപ്പെട്ടു പോയത് അത്രയേ ഉള്ളൂ. ഈ പെൺകുട്ടിൻ്റെ എന്താണെന്ന് വെച്ചാൽ തലവിധി അങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ഇന്നും സങ്കടപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഭർത്താവാണ്. അവൾ ഇന്നും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഒരു കുഴപ്പമില്ല. പല യൂട്യൂബിൽ ചാനലും പറയുന്നത് വെച്ചാൽ ഭർത്താവ് സെക്സ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് പോകുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെയോ പറയുന്നത്. പ്രവാസികളെ ഭാര്യകളെ കുറിച്ചൊക്കെ പറയുന്നത് ഇതെല്ലാം മോശമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് റിച്ചും ഇതും കുറച്ച് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെന്ന് വെച്ചാൽ പല ആൾക്കാരെ പല ഇതും പറഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന പൈസയാണ് നിങ്ങളെ കുട്ടികൾക്കും നിങ്ങളെ ഭാര്യമാർക്കെല്ലാം കൊടുക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം, അതെല്ലാം തീയാണ്, ആ പൈസയൊക്കെ തീയാണ്. അതല്ല ഒരു കാലം വരെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. കാരണം ഒരു കുടുംബത്തിനെ കുറിച്ചിട്ട് പല ഇതിലും പറഞ്ഞ് പല ഇതും ചെറിയ യൂട്യൂബർ പറയുന്നത് ഈ ഷാനിയും റാഫിയും പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഇവൾ പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. ഇവളെ പുറത്തു പോലും ഇവൻ ഇറക്കിയിട്ടില്ല. ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ 13 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കെന്ന് വെച്ചാൽ 13 ലക്ഷം രൂപയാണ്. അതാണ് ഇവൻ്റെ. ഇവളെ ഒന്ന് മുതലാക്കണം, ഇവളെ ഈ കയ്യിലുള്ള സ്വർണം എടുക്കണം. പക്ഷേ ഇവൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വോയിസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഈ വോയിസ് ബാലുശ്ശേരിയിലുള്ള ഒരാളുടെ തന്നെ വോയിസാണ് കേട്ടോ. അവിടെ ഉള്ള ആൾ ഷഹലയുടെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എനിക്ക് അയച്ച മെസ്സേജാണിത്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഞാനിവിടേക്ക് അയച്ചത്. സൂരജ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സൂരജിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്. അപ്പോൾ ഞാൻ എവിടെന്നെങ്കിലും കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങ് ചുമ്മാ വന്നങ്ങ് വെളുപ്പിക്കുക അല്ലെങ്കിൽ ചുമ്മാ വന്ന് പറയുകയൊന്നും ചെയ്യല്ല കേട്ടോ സൂരജ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ എന്താണ്, പിന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ വെളുപ്പിക്കുകയാണെന്ന്. എനിക്ക് ആരെയും വെളുപ്പിക്കേണ്ട കാര്യമില്ല. നീ കുറേ പേരെ വെളുപ്പിക്കുകയും നീ കുറേ പേരെ വെളുപ്പിക്കാതെ കറുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നീ നിൻ്റെ കാര്യം നോക്ക്, നീ നിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നീ മറ്റുള്ളവരെ ചൊറിയാൻ വാ. മനസ്സിലായ? നീ എന്നെ ചൊറിഞ്ഞത് നിർത്ത്. നീ കുറേ പേര് ചൊറിഞ്ഞിട്ട് അവരൊക്കെ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി. നീ പറയുന്നുണ്ടല്ലോ വലിയ നല്ല വെള്ള ചമയുന്നുണ്ടല്ലോ, നീ പെർഫെക്റ്റ് ആണോ? അതിലെ നീ എല്ലാ കാര്യത്തിലും നീ പെർഫെക്റ്റ് ആണോ? നിനക്കൊന്ന് പറയാൻ പറ്റുമോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര മാന്യനാണെന്നുള്ളത് നിനക്ക് പറയാൻ പറ്റുമോ? നാറിയ കഥകളൊക്കെ ഉണ്ടാവും, വെറുതെ അതൊന്നും പുറത്ത് എടുപ്പിക്കല്ലേ, മനസ്സിലായ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കുറേ കഥകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കഥകളൊന്നും ചകഞ്ഞ് എടുക്കാനുള്ള ഒരു അവസ്ഥ നീ എന്നെ കൊണ്ട് വരുത്തിക്കരുത് കേട്ടല്ലോ. അപ്പോൾ അടങ്ങ് മോനെ, കുറച്ച് അടങ്ങ്,
മനസ്സിലായോ? നീ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും സ്നേഹിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. എല്ലാം തികഞ്ഞ മാന്യനാണ്. 28 വയസ്സായ നീ എല്ലാം തികഞ്ഞൊരു മാന്യനാണ്. നീ ഒന്നില്ലെങ്കിലും ഒരു മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതല്ലടാ. അപ്പോൾ കുറച്ചൊക്കെ മനുഷ്യന്മാരുടെ കുറച്ചൊക്കെ ഒന്ന് സാഹചര്യം മനസ്സിലാക്ക്. ആ പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ സാഹചര്യം കൊണ്ട് പോയതാണെന്ന് കൂട്ടിക്കോ. നീ നിൻ്റെ പെങ്ങൾ ഇതുപോലെ പോയി കഴിഞ്ഞാൽ നീ നിൻ്റെ പെങ്ങളെ ഇതുപോലെ വലിച്ചഴിച്ച് ഇടുമോ? നിൻ്റെ സമൂഹത്തിന് മുമ്പിൽ, സോഷ്യൽ മീഡിയന് മുമ്പിൽ നീ ഇതുപോലെ തേച്ചുരയ്ക്കോ? അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ കുടുംബത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഞാൻ അവളെ വെള്ളം പൂശിയിട്ടുണ്ടെങ്കിൽ അത് നീ സഹിച്ചോ. അത് നിനക്ക് നിൻ്റേത്. നിൻ്റെ പെങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ പെങ്ങളെ വെള്ളം പൂശാതെ നീ ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുമോ? ആണോ? അതിൽ നീ അങ്ങനെയാണോ ചെയ്യുക? അപ്പോൾ ഇത് എൻ്റെ ആരുമല്ല, പക്ഷേ ഒരു പെണ്ണ് എന്നുള്ള ഭാഗത്ത് ആ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഞാനും സംസാരിക്കണം. അതുമല്ല ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷനും കിട്ടിയപ്പോൾ ഞാനത് ഇതാകണം. അതുപോലെ തെറ്റ് പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? അതിൽ ഇഷ്ടം പോലെ തെറ്റുപറ്റിയ ആളുകളല്ലേ എല്ലാവരും. ഈ പറയുന്ന ഞാനും നീയും എല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട്. നിനക്ക് നിൻ്റെ മനസാക്ഷിയെ തൊട്ടിട്ട് നിൻ്റെ അമ്മയെ തൊട്ട് നിനക്ക് പറയാൻ പറ്റും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ളത് നിനക്ക് ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക എന്നൊരു വീഡിയോ നിനക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് നീ പറയണത് ഞാനിതാവാം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മോൻ കുറച്ചൊന്ന് അടങ്ങ്. എന്തായാലും ബാക്കി വീഡിയോകളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വീഡിയോ അല്ല, വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഇവള് പെട്ടെന്ന് മരിക്കാനുള്ള വരിയിട്ടില്ല. ഇവളെ ആയുസ് പഠിച്ചറപ്പ് ഇവർക്ക് ആയുസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ലേ ചില പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരെ എല്ലാം കൈക്കലാക്കിയിട്ട് പിറ്റേസം ഓൾ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൊല്ലത്തിൽ തന്നെ കണ്ടിട്ടില്ലേ ഒരു മുസ്ലിം പെൺകുട്ടിയെ അവിവാഹിത ബന്ധത്തിൽ പെണ്ണ് തൂങ്ങി മരിച്ചത്. ഇതിലേക്ക് വരുന്നത് അത് നിങ്ങൾ അറിയണം. നിങ്ങൾ കുറേ ഇതിലറിയാണ്ട് നിങ്ങൾ വെറുതെ ഒന്നും അറിയാണ്ട് ആരിങ്ങനെ ഓരോ പോസ്റ്റ് ഈ പെൺകുട്ടി ഇന്നും പറയുക എനിക്കെൻ്റെ ഭർത്താവിനെ തന്നെ വേണം. കാരണം പെണ്ണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാളാണ്. ഇപ്പം എൻ്റെ അവസ്ഥയും എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ജേസലിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യ ഒരാളുടെ കൂടെ പോയി 10-11 ദിവസം കൂടി പോയി വന്നു കഴിഞ്ഞാൽ ഞാനും ഇത് ജേസൽ പറയുന്ന വാക്കുകൾ പറയും എനിക്ക് അവളെ വേണ്ട. പക്ഷെ അതിലുള്ള തെറ്റ് കാര്യങ്ങൾ ആദ്യം നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയല്ലോണ്ട് എങ്ങനെ സംഭവിച്ചു, ഇതെന്താണ്, എങ്ങനെ പോയി, ഇതൊക്കെ നമ്മൾ ആദ്യം ഇത് അറിഞ്ഞിരിക്കണം. എന്താ പറ്റി വെക്ക്, എന്താ ഇതാക്കി. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ യൂട്യൂബർ പെൺകുട്ടിയെ ജേസൽ വേണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം വെറുതെ യൂട്യൂബർ വെറുതെ പറയുന്നതാണ്. ജേസൽ അങ്ങനത്തെ ഒരു വാക്കൊന്നും പറഞ്ഞു ജേസൽ പറഞ്ഞിരുന്നു. എല്ലാവരും പറയുന്ന ഒരു ആൺകുട്ടി പറയുന്ന വാക്കാണ് ജേസൽ പറഞ്ഞിട്ടുള്ളത്. ജേസൽ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഭാര്യനെ കുറിച്ചിട്ടോ ആ മോനെ കുറിച്ചിട്ടോ കുടുംബക്കാരായിട്ട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിങ്ങളോട് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ അങ്ങനെയാണ് ആരോടെങ്കിലും പറഞ്ഞ ഇല്ലല്ലോ. എന്താ ആ ഭാര്യനെ അയാൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് കാരണം ഇവക്ക് തെറ്റ് പറ്റിയെന്ന് ഇപ്പം അയാൾക്ക് മനസ്സിലായി. ഇന്നും ഇവള് പറയുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ തന്നെ മതി എന്നാണ് പറയുന്നത് അല്ലേ. ഇത് അങ്ങനെയാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഓരോരുത്തരും പറയുക ഓളെ ജേസലിൻ്റെ സ്വർണം ജേസലിൻ്റെ മറ്റേ സ്വത്ത് വേണം, അത് വേണം, ഇവള് കോടതിയിൽ പോകണം, കേസാക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഇതൊക്കെ പറയുന്നത് വെറുതെ. ഞാൻ ഓരോ യൂട്യൂബർക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും നല്ലോണം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ് ഇവരെ ലക്ഷ്യം എന്നറിയില്ല. ഈ സോഷ്യൽ മീഡിയക്കാരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ഇതിന് ഈ വീഡിയോ ചെയ്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒറ്റൊരു അപേക്ഷ. നിങ്ങൾ റാഫിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പറ. ഇവളെ കുറിച്ചിട്ട് പറയുന്നതിന് അവരെ കുറിച്ചിട്ട് പറയും. അതെന്താ നിങ്ങൾ പറയാത്തേ? അത് നിങ്ങൾ പറ. ഞാൻ നിങ്ങളെ കുറ്റം പറച്ചില്ല, നിങ്ങളെ നല്ലത് തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാ സമയത്തും ലൈക്കും ചെയ്യാറുണ്ട്. അപ്പോൾ മഴയുടെ ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട്. ഇന്നലെ രാത്രി വന്ന മെസ്സേജാണ്. എനിക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന മെസ്സേജാണ്. കോഴിക്കോടൊക്കെ നല്ല മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ ആ മഴയുടെ ആ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ വീഡിയോസുകളൊക്കെ കാണാവുന്ന വ്യക്തിയാണ്, നിങ്ങൾ അങ്ങനെ ആരെയും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതും കണ്ടിട്ടില്ല, നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഈ ഷഹലയെ സ്വീകരിക്കാൻ ഈ ജെയ്സൽ പറഞ്ഞ ആൾ തയ്യാറാണ്. അപ്പോൾ അതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ ആർക്ക് എന്താണ് പ്രശ്നം? അതിൽ
വന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ആ പ്രശ്നം അവരൊന്നിച്ച് ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ജെയ്സൽ എന്ന് പറഞ്ഞ ആൾ ഭാര്യ എവിടെയും വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ പോവാനുള്ള പോയത് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു കുറ്റവും അയാളോ ഷഹലയോ അല്ലെങ്കിൽ ജെയ്സലോ വന്നിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാൻ നമുക്ക് യാതൊരു ഇതില്ല. അതിൽ വന്നിട്ട് വലിയ കാര്യത്തിൽ വലിയ നല്ല പിള്ള ചമഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നിനക്ക് എന്ത് തേങ്ങ അറിഞ്ഞിട്ടാടാ നീ സംസാരിക്കുന്നത്? നീ കുറച്ചെങ്കിലും ഒന്നില്ലെങ്കിൽ ആ വീട്ടിൽ പോയി വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ളവരാരെങ്കിലും വിളിച്ച് സംസാരിക്കുക ചെയ്തിട്ട് നീ വന്നിട്ട് സംസാരിക്കുക. മനസ്സിലായോ? ഇപ്പം നിൻ്റെ ഒരു കൂടപ്പറപ്പ് പോയി, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ, നീ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായി, നിൻ്റെ ഭാര്യ പോയ ഉടനെ നീ എന്താ എടുത്തിട്ട് ഇതുപോലെ കുറേ പേര് വീഡിയോ ചെയ്യുന്ന സമയത്ത് നീ എന്താ പ്രതികരിക്കുക? എന്താ നീ പറയുക? അതും കൂടെ ഒന്ന് പറ. മനസ്സിലായോ? അപ്പോൾ ആ പെൺകുട്ടി പോയത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയ പെൺകുട്ടി തിരിച്ചു വന്നു. ഇനി അതിന് ജീവിക്കാൻ വിട്. മനസ്സിലായി? ഇത് എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഷഹലയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഷഹല വന്ന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജെയ്സിൽ വന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എന്നിലൂടെയും അതുപോലെ ഡാനി സത്യനിലൂടെയാണ് ഈ ഒരു ഷഹലയുടെ വിഷയം കൂടുതലായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ചെയ്യുന്നത് ഇനി ഞാൻ ഷഹലയെ വെച്ച് എന്തായാലും ഇതാക്കുന്നില്ല. എനിക്ക് ആർക്കാണെങ്കിലും നമ്മുടെ വീഡിയോ റീച്ച് ആവണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഇതുപോലെ വീഡിയോകൾ എടുത്ത് ചെയ്യുന്നു, ഇതായിട്ട് പോകുന്നു. അല്ലാതെ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോ ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അവരെ താറടിക്കുന്ന രീതിയിലോ അവരെ എന്താ പറയുക, ഈ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ടോ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാറില്ല. എന്താ വെച്ചാൽ എനിക്കതിന് താല്പര്യമില്ല. ഈ ഇവനൊക്കെ ചെയ്യുന്നത് പോലെ അതിലും ഇവരൊക്കെ ചെയ്യുന്നത്, സൂരജ്, അതുൽ സൈക്കോ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊന്നും ചെയ്യാനൊന്നും താല്പര്യമില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിൽ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്നിട്ട് ബളബളാന്ന് വന്നിട്ട് ഞാൻ പറയുന്നൊരു വ്യക്തിയല്ല. എന്താ ചോദിച്ചാൽ ഇപ്പോൾ അതിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എവിടെന്നെങ്കിലൊക്കെ മുക്കും മൂലയും കേൾക്കും. ഇപ്പം നീ പോയി കണ്ടോ? നീ നേരിട്ട് പോയി കണ്ടോ? ഷഹല ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ? നീ ഷഹലയെ കുറ്റം പറയുന്നുണ്ടല്ലോ, നീ നേരിട്ട് പോയിട്ട് അവൾ സുഖം അനുഭവിക്കാൻ പോയതാണ്, നീ അവൾ സുഖം അനുഭവിക്കുന്നത് നീ പോയി കണ്ടോ? അപ്പോൾ അതുകൊണ്ട് നീ ഒരുപാട് കുണയ്ക്കണ്ട, ഒരുപാട് സംസാരിക്കേണ്ട. മനസ്സിലായി? നിൻ്റെ ആ സൈഡിൽ കാണിച്ചിട്ടുള്ള നിൻ്റെ ആ ഒരു ഫേസിൽ കാണിക്കുന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്ത്. ഭയങ്കര അരോചകമാണ് അതിൽ. നിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടേ അതിൽ. അതുപോലെ തന്നെ ഒരു കമൻറ്റും കണ്ടു ഞാൻ, വേറൊരു കമൻറ്റും ഉണ്ടായിരുന്നു. സൂരജിനുള്ളൊരു കമൻറ്റാണ് കേട്ടോ. ഞാൻ സൂരജിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ ഒരു കമൻറ്റ് വായിക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് സൂരജിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഞാനതിൻ്റെ മനസ്സിലാക്കി തരാം. അവൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എന്താണെന്നാവോ, എനിക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയത്ത് ഇവരിൻ്റെയൊക്കെ കണ്ടതാണ്. ഇവരിൻ്റെയൊന്നും സബ്സ്ക്രൈബേഴ്സേ അല്ല, ഞാൻ അതിൽ സബ്സ്ക്രൈബർ ആയിരുന്നു. പിന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു എന്നെ നോട്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നെ നോട്ടീസ് ചെയ്ത് വെക്കാൻ എന്താടാ, ഞാനെന്താ പിടികിട്ടാ പുള്ളിയാണോ? നിന്നെ എത്ര പേര് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ആദ്യം അത് ക്ലിയർ ചെയ്യ്, എന്നിട്ട് നീ എന്നെ നോട്ടീസ് ചെയ്യാൻ പാ. മനസ്സിലായ? നീ എന്നെ നോട്ടീസ് ചെയ്യാൻ ഞാനേ പിടികിട്ടാ പുള്ളിയോ അല്ലെങ്കിൽ വേറെ വല്ല ഇതൊന്നുമല്ല. മനസ്സിലായ? എൻ്റെ അതിൽ മോനെ കുറച്ചൊക്കെ നിർത്ത്. അവൻ്റെ പേര് എന്താന്ന് പോലും എനിക്ക് അറിയില്ല. സൂരജാണോ? സൂരജല്ല കേട്ടോ, സന്ദീപ് എന്നെന്തോണ്. സൂരജല്ല, ഞാൻ സൂരജ് എന്ന് പറയായിരുന്നു. സൂരജല്ല കേട്ടോ, സന്ദീപ്. ഞാൻ സൂരജ് എന്നാണ് പറഞ്ഞത്. സന്ദീപ് രേണുവിൻ്റെ ഇതിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയതാട്ടോ. വഴങ്ങിയാണ് ഇയാളുടെ കൂടെ പോയി എന്നാ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ നമ്മൾ അവരെ പേടിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈ റാഫി എന്ന് പറയുന്ന ആളിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊടുത്ത് ആങ്ങളമാരൊക്കെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനടുത്ത് പറഞ്ഞ സ്വാഭാവികമായിട്ട് പേടിയായിരിക്കും. നീ എന്തിനാണ് നമ്പർ കൊടുത്ത് ഇതാണ് പറയുമ്പോൾ ആങ്ങളമാരെന്താണെങ്കിലും മനസ്സിലാക്കുമല്ലോ എന്നിങ്ങനെ ഒരാളെ ശല്യപ്പെടുത്തുന്നുണ്ട് അവരോട് അല്ലെങ്കിൽ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് സംഗതി വഷളാവില്ലായിരുന്നു. ഇവിടെ എടുത്ത് ചാടി അതും പോയത് നല്ലൊരുത്തിന്റെ കൂടെയാണ് പോയത്. അല്ല താത്ത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയാൻ കേട്ടോ. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഷഹലയുടെ കയ്യിൽ നിന്നും കിട്ടിയ കുറച്ച് ഡാറ്റാസ് പറയുന്നത് പോലെ അങ്ങനെയാണോ? ഓക്കെ, എന്തായാലും റാഫി എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിൽ ഒരു സ്ത്രീയെ പ്രഗ്നന്റ് ആക്കി.
അപ്പോൾ സന്ദീപ് സൂരജ് വിളിക്കും സന്ദീപിന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവരുടെ അടുത്തുനിന്ന് പോയിട്ട് എല്ലാം പൊന്നുമോൻ എഴുതിയെടുത്തിട്ട് ചെയ്യുന്നതാണല്ലേ. എനിക്ക് അറിഞ്ഞില്ലായിരുന്നു നീ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നീ അല്ലാതെ വീഡിയോ ചെയ്യല്ല. ഇപ്പോൾ എന്താണോ ആരെന്താണോ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരെന്താണോ ചെയ്തത് അവരുടെ അടുത്ത് നേരിട്ട് പൊന്നുമോൻ പോയി എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്ത് എഴുതി വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ നല്ലവൻ എന്ന് പറയുന്നുണ്ട്. അത് ഞാനൊരു ഇതിൻ്റെ പേരിൽ പറഞ്ഞതാണ് മോനെ. ആ ഒരു ഇതിൽ ഞങ്ങളുടെ ഒരു സ്ലാങ്ങാണ് അത്. ഞാൻ പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിക്കാണ് ഞാൻ ആ ഒരു നല്ലവൻ എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ ഇവനെ എന്താ അവൻ്റെ പേര് റാഫിയെ നല്ലവൻ എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വേറുണ്ട്. ആദ്യം അത് മനസ്സിലാക്കുക. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെയാണ് ഇവൻ ഈ ഒരു വർത്താനം പറയുന്നുണ്ട്. പിന്നെ അതിലൊരു കമൻറ്റ് കണ്ടു. ആ ഒരു നല്ലൊരുത്തൻ എന്ന് പറഞ്ഞ അതിനൊരു കമൻ്റ് ഉണ്ട്. അത് ഞാൻ വായിച്ചു തരട്ടെ. നല്ലൊരുത്തൻ എന്ന് ഉദ്ദേശിച്ചാൽ ബ്രോ അത് നമ്മുടെ നാട്ടിലൊരു ഭാഷയാണ്. അതൊരു കോമഡി രൂപത്തിലാണ് അത് പറയുന്നത്. അതിന് മുമ്പ് പറഞ്ഞതെല്ലാം കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവും അദ്ദേഹം ചീഞ്ഞു നാറിയ ഒരാളാണ് എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു കൂടെയാണ് പോയത്. നമ്മൾ ഒരു കോമഡി രൂപത്തിലുള്ള സംസാരമാണ് അത് എൻ്റെ ബ്രോ. നല്ല ആള് എന്നല്ല ഉദ്ദേശം. അത് താങ്കളുടെ ഭാഷയും ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഭാഷയും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ് വ്യത്യാസം. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പറയും, ഞങ്ങളും പറയും, വളരെ മോശമായ ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നടക്കുമ്പോൾ ഞങ്ങൾ പറയും നീ നല്ല ആളുകളുടെ കൂട്ടത്തിലാണല്ലോ എന്ന് ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. പറയുന്നതിൻ്റെ ഉദ്ദേശം വല്ല കഞ്ചാവ് കടിക്കുള്ള ആളോ കൂടുതൽ ആകുമ്പോഴാണ് അങ്ങനെ ഒരു വാക്ക് തമാശയിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് സൂരജിന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും പറയണം, ഭയങ്കര ലെങ്തിയാണ്. എൻ്റെ ഒരു ഇതെല്ലാം ക്ലാരിഫിക്കേഷൻ ചെയ്യണം. എൻ്റെ ആ ഒരു ഭാഗം ക്ലാരിഫൈ ചെയ്യേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്ര അധികം ലെങ്തി ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യേ അവൾ പോയതിനെ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ സാഹചര്യം കൊണ്ട് അവൾ പോയി. ഒരാൾ പോയത് എന്തുകൊണ്ടാണ് പോയത് എന്ന് നമ്മളത് മനസ്സിലായോ? പോയ ഉടനെ അയ്യോ അവളെ അങ്ങ് വേശിയാക്കി, അവളെ അങ്ങ് പല രൂപത്തിലാക്കി, അവൾ എന്തുകൊണ്ടാണ് പോയത് എന്നും കൂടെ മനസ്സിലാക്കാനുള്ള കുറച്ച് വിവേചക ബുദ്ധി ഈ സന്ദീപും അതുപോലെ അതിൽ വ്ളോഗൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബത്തിലും അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും ഇതൊക്കെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പറയാന്നുള്ളത് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് മക്കൾ ഇതിലെ കാര്യങ്ങൾ പറയും കേട്ടോ. എന്നെ താത്ത എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാനും അവരെ മക്കൾ അങ്ങനെ എന്നെ അങ്ങ് വലിയ ഇതാക്കിയില്ലേ. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ. ഇപ്പം ചെറുപ്പക്കാർക്ക് എന്താണ് അറിയേണ്ട വിവേചക ബുദ്ധിയൊന്നും എനിക്കില്ല. നിങ്ങൾ ഭയങ്കര എല്ലാം തികഞ്ഞ എല്ലാം അറിയുന്ന എല്ലാ വീഡിയോസുകളും നേരിട്ട് പോയി കണ്ട് ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ച് ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. ഈ താത്താക്ക് അറിയാൻ വൈകിപ്പോയി മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനങ്ങ് പറയും. അല്ലാതെ നിങ്ങളെപ്പോലെ ഞാൻ നേരിട്ട് പോയി അവിടെ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ പോയിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അത് എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയുള്ളൊരു ടോപ്പിക്. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. താല്പര്യമുള്ളവർ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ റാഫിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷഹല എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അവളുടെ നിവൃത്തിയോട് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അവളൊക്കെ തെറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തി അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളും ഇതൊക്കെ സംസാരിച്ച് അവർ നല്ല രീതിക്ക് പോകാനാണ് അവർ തീരുമാനിക്കുന്നത്. പള്ളിക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അവളുടെ ഒരു സാഹചര്യം കൊണ്ട് അവൾ പോയി. എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര ഒരു തെറ്റ് ചെയ്താലും അവർ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് തീർന്നു. നമ്മൾ ഈ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളാണ് അതിലും വലിയ തെറ്റുകാരാകുന്നത്. അപ്പോൾ അതിലും സന്ദീപൊക്കെ ഇനി ഈ ഒരു ടോപ്പിക്ക് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചകയാൻ പോകണ്ട. അതിനോട് എനിക്ക് പറയാനുള്ളത്, അതിൽ നല്ലവനായിട്ട് നീ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. നീ നല്ലവനാണോ എന്നുള്ളത് മനസാക്ഷിയെ തൊട്ട് ഒന്ന് സമ്മതിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരിനെ ചൊറിയാൻ പോകും. അവർ തെറ്റ് തിരുത്തി എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അവർ ഒന്നിക്കാൻ പോകുന്നവരാണ്. അവർ കുഞ്ഞിനെ ഓർത്ത് അവർ ഒന്നിക്കുമെങ്കിൽ ഒന്നിക്കട്ടെ. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും